ഹലോ ഡേസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA സോഷ്യോളജി സെക്കൻഡ് സെമസ്റ്റർ പേപ്പറായിട്ടുള്ള സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ്, അതായത് അവസാന യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെൻറ്റ്സ്, സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷൻ സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ബ്രീഫായിട്ട് ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്. ജസ്റ്റ് ഇതിനൊരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര വികസന നയങ്ങൾ, വൻകിട അടിസ്ഥാന സൗകര്യ വികസനം, വ്യവസായവൽക്കരണം, ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ മുഖ്യധാര വികസനം പലപ്പോഴും വലിയ മാനുഷികവും പാരിസ്ഥിതികവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെയാണ് വരുന്നത്. അതായത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വികസനങ്ങൾ വരുമ്പോൾ മാനുഷികമായിട്ടും പാരിസ്ഥിതികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അണക്കെട്ടുകൾ, ഖനികൾ, ഫാക്ടറികൾ തുടങ്ങിയ പദ്ധതികൾക്ക് ഭൂമിയും പ്രകൃതി വിഭവങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്നത് ലക്ഷക്കണക്കിന് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിലേക്ക് ഇത് നയിക്കുമായിരുന്നു. ഇത് പരിസ്ഥിതി നാശത്തിനും ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകുന്നു. ഈ സാഹചര്യങ്ങളാണ് ഇന്ത്യയിലെ നിരവധി ജനകീയ പ്രതിരോധ മുന്നേറ്റങ്ങൾക്ക് കാരണമായത്. അതായത് ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ, അതായത് കുടിയൊഴിപ്പിക്കുക, മനുഷ്യനെ കുടിയൊഴിപ്പിക്കുക, അതുപോലെ പരിസ്ഥിതിക്കുള്ള കോട്ടം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഒരുപാട് ജനകീയ പ്രതിരോധ മുന്നേറ്റങ്ങൾ, സോഷ്യൽ മൂവ്മെൻറ്റ്സുകൾ ഇന്ത്യയിൽ വന്നു. പ്രധാനമായിട്ടും ഈ ഒരു പ്രതിരോധത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് വികസനങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കാരണങ്ങൾ. ഒന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്, കുടിയൊഴിപ്പിക്കുക, പദ്ധതിക്കായിട്ട് വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെടുക, ലോസ് ഓഫ് ലിവ്ലിഹുഡ്സ്, ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെടുക, പ്രത്യേകിച്ച് കൃഷി, മത്സ്യബന്ധനം, വനവിഭവങ്ങൾ തുടങ്ങിയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ ഇല്ലാതാവുക, എൻവയോൺമെൻറ്റൽ ഡാമേജ്, പരിസ്ഥിതിയുടെ നാശം, വനനശീകരണം, ജലമലിനീകരണം, ജൈവവൈവിധ്യത്തിൻ്റെ തകർച്ച, ഇതൊക്കെ. പിന്നെ അപര്യാപ്തമായിട്ടുള്ള പുനരധിവാസം. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് പുനരധിവാസമുണ്ട് എന്ന് പറയുമെങ്കിലും പലപ്പോഴും അതെന്താണ്, അപര്യാപ്തമായിരുന്നു. അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളോ നൽകിയിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സുകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ചിപ്കോ പ്രസ്ഥാനം. 1973 ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പരിസ്ഥിതി മുന്നേറ്റങ്ങളിൽ ഒന്നാണിത്. ഹിമാലയത്തിലെ അളകനന്ദ നദീതടത്തിലെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, മരങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു ഇത്. സുന്ദർലാൽ ബഹുഗുണ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. പിന്നീട് വന്നതാണ് സൈലൻറ്റ് വാലി പ്രസ്ഥാനം. 1973 കേരളത്തിലെ സൈലൻറ്റ് വാലിയിൽ നിത്യഹരിത വനങ്ങളെ മുക്കിക്കളയുന്ന ഒരു ജലവൈദ്യുത പദ്ധതിക്കെതിരായിരുന്നു ഈ ഒരു മുന്നേറ്റം നടന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകിയത്. പദ്ധതിയുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ മുന്നേറ്റം വൻ വിജയം തന്നെയായിരുന്നു. പിന്നെ അപ്പിക്കോ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. വേറെയും ഒരുപാട് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മേജർ ആൻറ്റി ഡാം മൂവ്മെൻറ്റ്സ്, അണക്കെട്ട് വരുന്നതിനെതിരെ ഒരുപാട് മുന്നേറ്റങ്ങൾ. അണക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികസനത്തിൻ്റെ പ്രധാന സൂചികയാണെങ്കിൽ പോലും അതിനെതിരെ ഒരുപാട് മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് NBA എന്ന പേരിൽ അറിയപ്പെടുന്ന നർമ്മദ ബച്ചാവോ ആന്തോളൻ. മേധാ പട്കറുടെയൊക്കെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ നർമ്മദ നദിക്ക് കുറുകെയുള്ള സർദാർ സരോവർ അണക്കെട്ട് പദ്ധതിക്കെതിരെ ആരംഭിച്ചൊരു മുന്നേറ്റമായിരുന്നു ഇത്. ഈ പദ്ധതി മൂലം ലക്ഷക്കണക്കിന് ആളുകൾക്ക്, പ്രധാനമായിട്ടും ആദിവാസികളൊക്കെ കുടിയൊഴിപ്പിക്കപ്പെടുമെന്നും വലിയ പാരിസ്ഥിതിക നാശം ഉണ്ടാക്കുമെന്നും ഈ ഒരു പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടി. മേധാ പട്കറുടെ നേതൃത്വത്തിൽ നടന്ന ഈ സമരം വികസനത്തിൻ്റെ മാനുഷിക വിലയെക്കുറിച്ച് ദേശീയ അന്തർദേശീയ തലത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചു. മറ്റൊന്നാണ് തെഹ്രി അണക്കെട്ട് വിരുദ്ധ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി നദിയിൽ ഭൂകമ്പ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് നിർമ്മിച്ച കൂറ്റൻ അണക്കെട്ടിനെതിരെയായിരുന്നു ഈ ഒരു പ്രസ്ഥാനം. ഏകദേശം 100,000 ആളുകളെ കുടിയൊഴിപ്പിച്ച ഈ പദ്ധതിയുടെ പാരിസ്ഥിതിക സുരക്ഷയെക്കുറിച്ച് വിദഗ്ധർ വലിയ ആശങ്കകൾ ഉന്നയിച്ചു. നെക്സ്റ്റ് വരുന്നതാണ് ഖനനത്തിനും വ്യവസായങ്ങൾക്കുമെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ്. അതായത് നമ്മുടെ നാട്ടിലെ വികസനത്തിൻ്റെ ഫലമായിട്ട് നടത്തുന്ന ഖനനങ്ങൾക്കും വ്യവസായങ്ങൾക്കുമെതിരെയുള്ള ചെറുത്തുനിൽപ്പ്. പ്രധാനമായിട്ടും ഒഡീഷയിൽ നടന്ന നിയംഗിരി സമരം. നിയംഗിരി കുന്നുകളെ പവിത്രമായി കാണുന്ന ഡ്രോങ്കിയ കോസ് ആദിവാസി വിഭാഗം അവിടെ ബോക്സൈറ്റ് ഖനനം നടത്താനുള്ള വേദാന്ത കമ്പനിയുടെ പദ്ധതിക്കെതിരെ നടത്തിയിട്ടുള്ളൊരു
ദശാബ്ദകാലത്ത് സമര വിജയമായിരുന്നു നിയങ്കിരി സമരം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഭോപ്പാൽ വാതക ദുരന്തം. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളൊരിതാണ് ഭോപ്പാൽ വാതക ദുരന്തം. 1984 യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ കീടനാശിനി പ്ലാന്റിൽ നിന്നും വിഷവാതകം ചോർന്ന് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ദുരന്തം. വികസ്വര രാജ്യങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികളുടെ അപകടങ്ങളെ ഇത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. ഇതൊക്കെയായിരുന്നു ചെറുത്തുനിൽപ്പുകളും ഇന്ത്യയിൽ നടന്നിട്ടുള്ള അപകടങ്ങളും. ഇനി ഡെവലപ്മെൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, വികസന പ്രേരിത കുടിയൊഴിപ്പിക്കൽ. അതായത് കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളെ അവരുടെ താമസ സ്ഥലത്ത് നിന്നോ സ്വദേശത്ത് നിന്നോ വികസനത്തിൻ്റെ പേരിൽ ആ സ്ഥലത്ത് നിന്നും മാറ്റുന്നതിനെയാണ്, കുടിയൊഴിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തരം അണക്കെട്ടുകൾ, ഖനികൾ, വ്യവസായങ്ങൾ, നഗരവികസനം തുടങ്ങിയിട്ടുള്ള പദ്ധതികൾക്കായി ഏകദേശം 6.5 കോടിയിലധികം ആളുകളെ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഇവരിൽ 4 ആദിവാസി വിഭാഗങ്ങളിൽ പെട്ടവരാണ്. ഇത് വികസനത്തിൻ്റെ ഭാരം ഒരു പ്രത്യേക വിഭാഗം എത്രത്തോളം വഹിക്കുന്നു എന്നതിനെ കാണിക്കുന്നു. അണക്കെട്ട് നിർമ്മാണമാണ് കുടിയൊഴിപ്പിക്കലിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. കുടിയൊഴിപ്പിക്കലിൻ്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ, പ്രധാനമായിട്ടും ഒരുപാട് പ്രത്യാഘാതങ്ങൾ വരുന്നുണ്ട്. അതിൽ സാമ്പത്തികമായിട്ടാണെങ്കിൽ ഭൂമിയും അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു, തൊഴിലില്ലായ്മ, ഭക്ഷ്യസുരക്ഷയില്ലായ്മ, ദാരിദ്ര്യമൊക്കെ ഉണ്ടാവുന്നു. സാമൂഹികമായിട്ട് പറയുകയാണെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ തകരുന്നു, ഒറ്റപ്പെടൽ, സാംസ്കാരികമായിട്ടുള്ള വേരറുക്കപ്പെടൽ, ആദിവാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ സ്വത്വം തന്നെ ഇല്ലാതാക്കുന്നു. മറ്റൊന്നാണ് കടുത്ത മാനസിക സമ്മർദ്ദം, നിസ്സഹായത, വിഷാദം, മറ്റ് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നു. അപര്യാപ്തമായിട്ടുള്ള നഷ്ടപരിഹാരം. ലഭിക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ഭൂമിയുടെ യഥാർത്ഥ മൂല്യത്തേക്കാൾ വളരെ കുറവായിരിക്കും. ഇത് അവർക്കൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ പര്യാപ്തമാവുന്ന ഒന്നല്ല. ഇനി ഈ കുടിയൊഴിക്കപ്പെട്ടവരുടെ പുനരധിവാസം, പലപ്പോഴും പുനരധിവാസത്തെക്കുറിച്ച് പറയുമ്പോഴും അത്തരത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു പുനരധിവാസം അവർക്ക് ഉണ്ടാവലില്ല. അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു പണം കൊണ്ട് മാത്രം പുനരധിവാസം നടക്കുന്ന ഒന്നല്ല. താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടണം. പ്രത്യേകിച്ച് ന്യായമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം, ആ ഭൂമിയുടെ കമ്പോള വിലക്ക് അനുസരിച്ചുള്ള ഉപജീവന മൂല്യം കൂടി കണക്കിലെടുത്തുള്ളൊരു നഷ്ടപരിഹാരം അവിടെ നൽകണം. പിന്നെന്താണ്? ഉപജീവനം പുനഃസ്ഥാപനം. അതായത് ഒരുപാട് പേരുടെ ഉപജീവനമൊക്കെ പോയിട്ടുണ്ടാവും. അത് ബദൽ തൊഴിൽ മാർഗ്ഗങ്ങൾ, നൈപുണ്യ പരിശീലനം തുടങ്ങിയിട്ടുള്ളതിലൂടെയൊക്കെ എന്താണ്, അതിലൂടെ അവർക്ക് കിട്ടണം. അടിസ്ഥാന സൗകര്യങ്ങൾ, ആളുകളെ മാറ്റുന്നതിന് മുമ്പ് തന്നെ പുതിയ താമസ സ്ഥലങ്ങളിൽ ആരോഗ്യം, കുടിവെള്ളം, വൈദ്യുതി, സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കണം. സാംസ്കാരിക പരിഗണന, കുടിയൊഴിപ്പിക്കപ്പെട്ട സമൂഹങ്ങളെ ഒരുമിച്ച് പുനരധിവസിക്കാൻ ശ്രമിക്കണം. അവരുടെ ആരാധനകൾ പോലുള്ള സാംസ്കാരിക ഇടങ്ങൾ സംരക്ഷിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യണം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് റെസിസ്റ്റൻ്റ് മൂവ്മെൻറ്റ്, ഈ ഒരു പ്രതിഷേധ മുന്നേറ്റങ്ങളുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. പലപ്പോഴും ഈ ഒരു പദ്ധതികളെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജനകീയ മുന്നേറ്റങ്ങൾ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും. വികസനത്തിൻ്റെ മറഞ്ഞിരിക്കുന്ന മാനുഷികവും പാരിസ്ഥിതികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു. അതുപോലെ സർക്കാരുകളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും സുതാര്യതയും ഉത്തരവാദിത്വവും ആവശ്യപ്പെടുന്നു. പരിസ്ഥിതി ആഘാത പഠനങ്ങളും പുനരധിവാസ നയങ്ങളും ഉൾപ്പെടുത്താൻ നയങ്ങൾ ശക്തിപ്പെടുത്തുന്ന സർക്കാരുകളെ നിർബന്ധിതരാക്കുന്നു. പിന്നീട് ജനപങ്കാളിത്തത്തോടെയുള്ള പാരിസ്ഥിതികമായ, സുസ്ഥിരമായ, സാമൂഹികമായ, നീതിയുക്തമായിട്ടുള്ള ഒരു ബദൽ വികസന മാതൃകയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു മുന്നേറ്റം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ വികസന പദ്ധതികൾ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ എതിർക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള അവരുടെ കുടിയൊഴിക്കലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലമൊക്കെയാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഇന്ത്യയിൽ വരാനുള്ള കാരണം. എന്തെങ്കിലും ഡൗട്ട് ഇത്രയാണ്. ദാറ്റ്സ് ഓൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.